ധാരാളം ടേൺ ഓവർ ഉണ്ടായിട്ടും നല്ല വിഷൻ ഉണ്ടായിട്ടും പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. ക്രോർസ് ആൻഡ് ക്രോർസ് ടേൺ ഓവർ ബുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും ആഗ്രഹിക്കുന്ന പ്രോഫിറ്റും ആഗ്രഹിക്കുന്ന ക്യാഷ് ഫ്ലോയും കിട്ടാത്തതിന്റെ റീസൺ എന്തായിരിക്കും? അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ റോഡ് മാപ്പ് പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ റോഡ് മാപ്പ് പ്രോപ്പർ ആണെങ്കിൽ ആ ബിസിനസ്സിന് 3 ഫേസിലൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ടാവും. അതിലെ ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാഷ് ഫ്ലോയും നല്ല പ്രോഫിറ്റും ഉണ്ടാക്കി ആ ബിസിനസ്സിന് ഒരു റിച്ച് ആയ ഒരു കമ്പനിയും ഒരു റിച്ച് ബിസിനസ്മാനെയും ആ ബിസിനസ്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇതിനാദ്യം വേണ്ടത് ഒരു ഓൺട്രപ്രണർക്ക് ധാരാളം ഓൺട്രപ്രണർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നീട് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് നമുക്ക് നമ്മളുടെ ടേൺ ഓവർ മാക്സിമം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. പിന്നീട് ആ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ഒരു പ്രോപ്പർ എക്സ്പെൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കണം. പല കമ്പനികൾക്കും ടേൺ ഓവർ ഉണ്ടായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ എക്സ്പെൻസ് മാനേജ്മെന്റ് സിസ്റ്റം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നല്ല ടേൺ ഓവറും നല്ലൊരു എക്സ്പെൻസ് മാനേജ്മെന്റ് സിസ്റ്റവും നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രോഫിറ്റ് ഉണ്ടായാലും നിങ്ങളുടെ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഫിനാൻഷ്യൽ റോഡ് മാപ്പിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കൃത്യമായ ഡ്യൂ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഡ്യൂ മാനേജ്മെന്റ് സിസ്റ്റം വളരെ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഒരു ബിസിനസ്മാന്റെ ഫോക്കസ് ഇവിടെയും അവസാനിപ്പിക്കാൻ പാടില്ല. അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. ദാറ്റ് മീൻസ് സെയിൽസിലൂടെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ അതിനെ നിങ്ങൾക്ക് ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ നോക്കേണ്ടത്. ഒന്ന് ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺസ് കിട്ടിയിരിക്കണം. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 100% സേഫ് ആയ പ്ലേസിലാണോ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഫാസ്റ്റ് റിട്ടേൺസ് കിട്ടുന്നിടത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. 4 ഹൈ റിട്ടേൺസ് കിട്ടുന്നിടത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ റിട്ടേൺസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിലെ എക്സ്പെൻസസിനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ എത്തിക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു വെൽത്തി ആയിട്ടുള്ളൊരു കമ്പനിയെ ബിൽഡ് ചെയ്യാനും ഒരു വെൽത്തി ബിസിനസ്മാനായിട്ട് മാറാനൊക്കെ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. ഇതാണ് ഫിനാൻഷ്യൽ റോഡ് മാപ്പിന്റെ ഫേസ് 2. ഇനി ഫേസ് 3 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ലിസ്റ്റബിൾ കമ്പനി ആയിട്ടോ ഒരു സെയിലബിൾ കമ്പനി ആയിട്ടോ മാറ്റാൻ നിങ്ങൾക്ക് പറ്റണം. എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ഫിനാൻഷ്യലി സ്ട്രക്ചർഡ് ആക്കാൻ പറ്റുക? ഈ ഒരു ഫിനാൻഷ്യൽ റോഡ് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം സബ്ജക്റ്റുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്ന 1 ഡേ വർക്ക്ഷോപ്പ് നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോയും നല്ല ഇൻവെസ്റ്റ്മെന്റും നല്ല ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ബിസിനസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ വർക്ക്ഷോപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.